ശരിയാണെന്ന് തോന്നുന്നില്ല. ഇപ്പൊ മലയാള സിനിമയൊക്കെ കഴിഞ്ഞു. ഇപ്പോ മലയാള സിനിമയിൽ നിന്നും തമിഴ് സിനിമാ മേഖലയിലുള്ള നടിമാരും ഇപ്പോൾ ലൈംഗിക ആ ഒരു ചുവയുള്ള ഭാഷകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് രാജ്യമൊട്ടാകെ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ്. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളെ കുറിച്ചുള്ള റിപ്പോർട്ട് സമിതി പുറത്തുവിട്ടു. അന്നു മുതൽ എല്ലാ നടിമാരും തന്റെ പീഡനത്തെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരെ മുതിർന്ന നേതാവ് സിമ്രാൻ എന്ന നടിയെ നിങ്ങൾക്കറിയില്ലേ? സിമ്രാൻ അടുത്തിടെ പ്രതികരിച്ചിരുന്നു. താനും ലൈംഗികമായി ഉപദ്രവിക്കപ്പെട്ടു എന്ന ഞെട്ടിക്കുന്ന വസ്തുതകളും അവർ വെളിപ്പെടുത്തി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ മലയാള സിനിമാ വ്യവസായത്തെ മാത്രമല്ല മറ്റ് വ്യവസായങ്ങളെയും ബാധിച്ചു. തെലുങ്ക്, കന്നഡ, തമിഴ് ഇൻഡസ്ട്രികളിൽ നിന്നുള്ള ചില സിനിമാ അഭിനേതാക്കൾ നമ്മുടെ ഇൻഡസ്ട്രിയിലും സമാനമായ ഒരു കമ്മിറ്റി രൂപീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ മുൻകാല താരനായിക സിമ്രാൻ താൻ ലൈംഗിക അതിക്രമത്തിനിരയായെന്ന് പറഞ്ഞ് എല്ലാവരെയും ഞെട്ടിച്ചു. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ലൈംഗിക അതിക്രമം ഉടനടി റിപ്പോർട്ട് ചെയ്യാത്തത്? അതിനെ ചോദ്യം ചെയ്യുന്നത് ആരോചകമാണ്. സംഭവം കഴിഞ്ഞാൽ എങ്ങനെ പറയും? ആ സമയത്ത് നമുക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടത്ര സമയമെടുക്കും. എങ്ങനെ പ്രതികരിക്കണം എന്നറിയാതെ. അതുകൊണ്ടാണ് സമയവും അവസരവും വരുമ്പോൾ മാത്രം അവർ വെളിപ്പെടുത്തുന്നത്. കുട്ടിക്കാലത്ത് ഞാൻ പലതവണ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു. പക്ഷേ അവരെക്കുറിച്ച് ഇപ്പോൾ പറയാനാകില്ല, സിമ്രാൻ പറഞ്ഞു. അവളുടെ സമീപകാല കമന്റുകൾ വൈറലായിരിക്കുകയാണ്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ തുടർന്ന് മലയാള ഫിലിം ആർട്ടിസ്റ്റ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനം മോഹൻലാൽ രാജിവെച്ചു. ഇത് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ വീട്ടിൽ മലയാള സിനിമ വെക്കാറില്ല. ചെറിയ മോനുണ്ട്, അവന് മറ്റേ കാർട്ടൂണും മറ്റുള്ളതൊക്കെ കണ്ടിട്ട് അങ്ങനെ ഇരിക്കാറാണ്, അല്ലെങ്കിൽ ഗെയിം അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇപ്പോൾ തന്നെ. ഞങ്ങൾ മുതിർന്നവര് ഏതെങ്കിലും ഹിന്ദി സിനിമ, മുൻകാലങ്ങളിലുണ്ടായിരുന്ന സണ്ണി ഡിയോള്, അതേപോലെ തന്നെ മിഥുൻ ചക്രവർത്തി, സുനിൽ ഷെട്ടി, ഇങ്ങനെയുള്ള മറ്റേ അക്ഷയ് കുമാർ, ഇങ്ങനെയുള്ള ആളുകളെ സിനിമകളാണ് ഇപ്പോൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വിവാദ നായകന്മാരുടെയും നായികമാരുടെയും സിനിമ കാണുന്ന സമയം നമുക്ക് എന്തോ ഒരു അറപ്പും വെറുപ്പും മനസ്സിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഇപ്പം എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, മലയാള സിനിമയിൽ ഇപ്പോൾ ബലാത്സംഗ വീരന്മാരായിട്ടുള്ള ആളുകളുടെ ആ മുഖം ഇനി കാണണ്ട. നമ്മൾ മലയാള സിനിമ ബഹിഷ്കരിച്ചു കഴിഞ്ഞു. ഇനി മലയാള സിനിമ എന്ന് പറയുന്നത് അപൂർവം ചിലർ മാത്രമായിരിക്കും ആ സിനിമാ മേഖലയിൽ സത്യസന്ധന്മാരായിട്ടുള്ള നടന്മാരും അതുപോലെ തന്നെ നടിമാരും ഉണ്ടാകുക. ബാക്കിയൊക്കെ കണക്കന്നെ എന്നാണ് ഇപ്പോൾ ഒട്ടുമിക്ക ദിവസങ്ങളിലും ഉണ്ടായ ആ ഒരു ന്യൂസുകളിലൊക്കെ നമുക്ക് മനസ്സിലായത്. അത് എത്രമാത്രം സത്യമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇപ്പോൾ ജയസൂര്യക്കെതിരെ ആ ഒരു ആരോപണമായിട്ട് വന്ന ആ ഒരു സ്ത്രീക്കെതിരെ ജയസൂര്യ അതുപോലെ തന്നെ നിവിൻ പോളൊക്കെ അവർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ പറയുന്നതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ക്രോസ് പെറ്റീഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ സത്യസന്ധമായിട്ടുള്ള ആ ഒരു ഇതിൻ്റെ ഉറവിടം എവിടെ നിന്നാണ് എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ കോടതി റൂമുകളിൽ തന്നെ അരങ്ങേറും. അപ്പോൾ അത് പിന്നീട് ന്യൂസ് ചാനലിൽപ്പെട്ട ആളുകളൊക്കെ ഒപ്പിയെടുത്ത് അത് ജനങ്ങളിലേക്ക് എത്തിക്കും. ഇപ്പോൾ വരുന്ന ന്യൂസുകളൊക്കെ ഒരു വ്യക്തിക്ക് നേരെ ഏതെങ്കിലും രൂപത്തിൽ എന്തെങ്കിലും ഒരു വിവാദമായിട്ടുള്ള പരാമർശങ്ങൾ അതല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് ആ വ്യക്തിയുടെ ചെറുപ്പകാലം മുതൽ ആ വ്യക്തി എങ്ങനെയാണ് വളർന്നത്, അവരുടെ കുടുംബം എന്തായിരുന്നു, ആ കുടുംബത്തിൽ അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു, അതല്ലെങ്കിൽ സഹോദരന്മാർ എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ചൂഴ്ന്നെടുത്ത് കൊണ്ടിട്ടുള്ള ന്യൂസുകളൊക്കെയാണ് ഇന്ന് പടച്ചുവിടുന്നത്. അപ്പോൾ ഇതിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഞാനിപ്പോൾ പല ന്യൂസുകളും എടുത്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക്, എൻ്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ നിരത്തുന്നത്. കാരണം നമ്മൾ എല്ലാ ന്യൂസും കാണാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. കാരണം ഒരു ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ ന്യൂസിൻ്റെ ഇതിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അങ്ങനെ ഇരിക്കും. പിന്നീട് അതിൻ്റെ ഉള്ളിൽ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അതെല്ലാം നമുക്ക്
കേൾക്കാനോ മനസ്സിലാക്കാനോ നമുക്ക് സമയം നമ്മളെ അനുവദിക്കുന്നുണ്ടാവില്ല. അപ്പോൾ ഒരു ദിവസം ഒരു ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് തോന്നും അത് നാളെ കാണാം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ അങ്ങനെ ചലിക്കും. പിന്നീട് ആ ന്യൂസിനെ കുറിച്ചല്ല പിറ്റത്തെ ദിവസം വരിക. 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ പല രൂപത്തിലുള്ള ന്യൂസുകളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിവാദപരമായിട്ടുള്ള ന്യൂസുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ PV അൻവർ MLA ആ ഒരു സംഭവമൊക്കെ തന്നെയാണ്. അത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെ നിരത്തിക്കൊണ്ട് അവർ ചെയ്ത് വെച്ചതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മുൻപന്തിയിൽ എടുത്ത് എറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മുടെ മലയാളക്കര ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളൊക്കെ. ADGP MR അജിത് കുമാർ RSS ദേശീയ ജനറൽ സെക്രട്ടറി ദത്തായ ഒസബലയുമായി കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയിൽ സ്ഥിരീകരണം വന്നതോടെ കേരള രാഷ്ട്രീയം വീണ്ടും കലുഷിതമാകുന്നു. കേരള രാഷ്ട്രീയത്തെ കുറിച്ച് പറയാതിരിക്കലാണ് നല്ലത്. തൃശ്ശൂരിലെ BJP ജയം, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അതൃപ്തി പരസ്യമാക്കുകയാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുതൽ തൃശ്ശൂരിലെ CPI സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മന്ത്രി VS സുനിൽകുമാർ വരെ വിഷയത്തിൽ വിമർശനവുമായി രംഗത്തെത്തി. ADGPയും RSS നേതാവും തമ്മിൽ എന്താണ് ചർച്ച ചെയ്തതെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരണം എന്ന് ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൂടിക്കാഴ്ച ദുരൂഹമാണ്. RSSനും LDFനും തമ്മിൽ ഒന്നും പങ്കുവെക്കാനില്ല. LDFന്റെ ചെലവിൽ ഒരു ഉദ്യോഗസ്ഥരും ആരുമായും കൂടിക്കാഴ്ച നടത്തേണ്ടതില്ല. വിജ്ഞാന ഭാരതി പ്രതിനിധിയുടെ കൂടെ പോയി എന്ത് വിജ്ഞാനമാണ് പങ്കുവെക്കാനുള്ളത് എന്നും ബിനോയ് വിശ്വം ചോദിക്കുന്നു. കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ അത് ഗുരുതരമാണ്. വസ്തുതകൾ പുറത്തു വരുന്ന മുറയ്ക്ക് അഭിപ്രായം പറയുന്നതാണ് പൂരം കലക്കുന്നതിന് പിന്നിൽ RSS ആണ് എന്ന ആരോപണം നേരത്തെ തന്നെ താൻ ഉന്നയിച്ചിരുന്നു. അതാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പൂരം കലക്കിയത് ആരാണ് എന്ന് പുറത്തു വരണം. പൂരം കലക്കിയതിന് പിന്നിൽ പോലീസാണെന്ന് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു വശത്ത് RSS ഉണ്ടെന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു. ഇക്കാര്യം പരിശോധിക്കണമെന്നും VS സുനിൽകുമാർ പറയുന്നു. എന്നാൽ ADGPയുടെ സന്ദർശനം സംബന്ധിച്ച വാർത്തയോട് വ്യക്തമായ പ്രതികരണം നൽകാൻ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തയ്യാറായില്ല. ADGP ആരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയാൽ അതിന് പാർട്ടി എന്ത് ചെയ്യുമെന്നായിരുന്നു മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി MV ഗോവിന്ദൻ പറഞ്ഞത്. അതേസമയം കൂടിക്കാഴ്ച വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ കടുപ്പിക്കുകയാണ്. പ്രതിപക്ഷം തൃശൂർ പൂരം കലക്കാൻ നേരത്തെ തന്നെ ഗൂഢാലോചന നടന്നതായി വ്യക്തമായെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ ആരോപിച്ചു. ADGP MR അജിത് കുമാറിന്റെ RSS കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട തറവാടക 35 ലക്ഷത്തിൽ നിന്ന് 2 കോടി രൂപയാക്കി മാറ്റിയത്. അന്ന് DN പ്രതാപൻ MP ഉപവാസം നടത്തിയപ്പോൾ താനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. മുഖ്യമന്ത്രി ഇടപെട്ട് പിന്നീട് തറവാടക 45 ലക്ഷമാക്കി കുറച്ചു. RSS നേതാവിനെ കാണാൻ MR അജിത് കുമാറിനെ പറഞ്ഞുവിട്ടത് മുഖ്യമന്ത്രിയാണ്. തൃശൂരിൽ BJP ജയിക്കാനും തനിക്കെതിരായ കേസിൽ രക്ഷപ്പെടാനുമാണ് മുഖ്യമന്ത്രി അജിത് കുമാറിനെ പറഞ്ഞയച്ചത്. കേരളം കൈവിട്ടാലും മോദി ഉണ്ടെന്നുള്ള വിശ്വാസമാണ് അജിത് കുമാറിനെന്നും K മുരളീധരൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. PV അൻവർ MLA തുടങ്ങിവെച്ച വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്ക് നൽകിയ വിശദീകരണമാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചൂടുള്ള ചർച്ചകൾക്ക് ഇന്ന് വഴി തുറന്നത്. 2023 മെയ് 22 പാറമേക്കാവ് വിദ്യാമന്ദിർ സ്കൂളിൽ RSS ക്യാമ്പിനിടെ RSS ദേശീയ ജനറൽ സെക്രട്ടറി